ഇവിടെ ഒരു ഇലക്ഷന് കാരണക്കാരനായ താങ്കളാണ്. ഈ ഇലക്ഷനിൽ പിണറായിസം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ച താങ്കളാണ്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇലക്ഷനിൽ ഇടതു വലത് മുന്നണികൾ വെക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക, PV അൻവറിനെ അവോയ്ഡ് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറായി മാറിക്കഴിഞ്ഞോ? ഇല്ല, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്തിനാണ് രാജിവെച്ചത്? ഇതാണ് CPM പ്രചരിപ്പിക്കുന്ന ഒരു അനാവശ്യമായ രാജിയാണ്. അതുപോലെ തന്നെ UDF ചില കേന്ദ്രങ്ങളിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഈ വന്യമൃഗ പ്രശ്നം ആരാണ് ചർച്ച ചെയ്യുക? ഇപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? പത്രക്കാരോട് നിങ്ങളുടെ അന്തർദേശീയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഓരോ വീട്ടിലും പോയി മന്ത്രിമാരും MLA മാരും 139 ആൾ മുഖ്യമന്ത്രിയും ഒക്കെ ഈ നാട്ടിൽ ജനങ്ങളടുത്ത് പോയി കാല് പിടിക്കുകയാണ്. ജനങ്ങളാണ് വലുത് എന്ന് നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ അടുക്കള ഞരങ്ങാൻ ഈ പറയുന്ന മന്ത്രിമാരും ഈ 139 MLA മാരും 10-30 MP മാരും അന്യസംസ്ഥാന മുഖ്യമന്ത്രിമാരും വീട്ടിൽ പോയി അടുക്കള ഞരങ്ങുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? PV അൻവർ രാജിവെച്ചതുകൊണ്ടാണ്. അപ്പോൾ ജനങ്ങൾ ആണ് വലുത് എന്നിപ്പോൾ അവർക്ക് ബോധ്യപ്പെടുകയാണ്. PV അൻവർ അപ്രസക്തനാവുകയല്ല, PV അൻവർ ഉന്നയിച്ച രാഷ്ട്രീയം കൂടുതൽ പ്രസക്തമാവുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഇലക്ഷൻ റിസൾട്ടും. മനസ്സിലായില്ലേ? ഇവർ ടെലിവിഷൻ ചാനലിലും പത്രങ്ങളിലും ഇരുന്ന് ഇത് പറഞ്ഞാൽ പോരല്ലോ. മുഖ്യമന്ത്രി ഞാൻ വഞ്ചകനാണ്. എന്ത് വഞ്ചനയാണ് നടത്തിയത്? ജനങ്ങളെ മുഖ്യമന്ത്രി വഞ്ചിച്ചപ്പോൾ മലയോര കർഷകരെ വന്യജീവി ആക്രമണ വിഷയത്തിൽ ഈ ഗവൺമെൻറ്റിനൊരു നിലപാടുണ്ടായില്ല. മനസ്സിലായി? ഞാൻ ചോദ്യം ചെയ്തതാണ്. പോലീസിൽ അജിത് കുമാറും സുജിത് ദാസും ആ സംഘവും ഡാൻസ് ഓഫും നടത്തിയ ഇവിടുത്തെ കള്ളക്കച്ചവടം, ഇവിടുത്തെ മയക്കുമരുന്ന് കച്ചവടം, ഈ ജില്ലയെ ഈ പറയുന്ന ഒരു വിഭാഗത്തെ ഏകപക്ഷീയമായി കേസിൽ കുടുക്കിയിട്ട് ഏറ്റവും മോശപ്പെട്ട ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാൻ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച കാര്യം, അതിനെ എന്താ പറയുക ആഡ് ഓൺ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് ഹിന്ദു പത്രത്തിന് കൊടുത്ത പ്രസ്താവന, ഇതിനൊന്നും ഒരു മറുപടി ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ ഞാൻ ഉന്നയിച്ച ഒരു വിഷയങ്ങൾക്കും മറുപടി പറയാതെ UDF പറയുന്നത് താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ എന്ന് പറഞ്ഞത് നേരത്തെ UDF പറഞ്ഞുകൊണ്ടിരുന്നതാണ്. LDF സർക്കാർ പോരാ, പിണറായി ഭരണത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ വിഷയങ്ങൾ LDF-നകത്ത് നിന്ന് ഒരാൾ പറഞ്ഞു. അതിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്നാണ് ഇന്നിപ്പോൾ രാവിലെ കൂടി PM സലാം ചോദിച്ചത്. അതൊക്കെ പറഞ്ഞോട്ടെ, അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. പറയാൻ പലതും പറയാറുണ്ട്. മനസ്സിലായില്ലേ? പറയുന്നത് പറയേണ്ട പോലെ പറയേണ്ട രൂപത്തിൽ പറയുകയും അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് PV അൻവറാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പിണറായിസം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പിണറായി അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യം, പാർട്ടിയിൽ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം, അവരുടെ കുടുംബം നടത്തുന്ന സാമ്പത്തിക തിരിമറികൾ, അദ്ദേഹത്തിന് എതിരെ വിരൽ ചൂണ്ടുന്ന പാർട്ടി ലീഡർഷിപ്പിനെ മുഴുവൻ വെട്ടിനിരത്തിയിട്ടുള്ള പാർട്ടിയുടെ മുന്നോട്ട് പോക്ക്, ഏറ്റവും ചെറുപ്പക്കാരനായ മരുമകനെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഏത് മന്ത്രിക്കാ ആ പരിചയമില്ലാത്തത്? അല്ല, പരിഭവമില്ലാത്തത്? ആർക്കാ പരാതിയില്ലാത്തത്? ആ രീതിയിൽ ഒരു സംസ്ഥാനത്തെയും ഒരു ഗവൺമെൻറ്റിനെയും ഒരു തൊഴിലാളി വർഗ പാർട്ടിയെയും സ്വന്തം കാലിനടിയിൽ ചവിട്ടി നിർത്തി ഏകാധിപത്യം നടത്തുന്ന പിണറായിയെക്കുറിച്ചാണ് പിണറായി ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോഴും VD സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴടക്കം പറയുന്നത് LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. PV അൻവർ എന്ന് പറഞ്ഞൊരു ചിത്രത്തെ മത്സരത്തിൽ പോലും ഉൾപ്പെടുത്താൻ ഇതുവരെ LDF-ഉം UDF-ഉം തയ്യാറായിട്ടില്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പിണറായിസവും ജനങ്ങളും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ജനം എന്ന് പറയുന്നത് എന്താണ് എന്ന് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മുന്നണി നേതാക്കന്മാർക്കും മനസ്സിലാകാൻ പോവുകയാണ്. പൊതുജനം കഴുതയാണെന്നും ഈ പാർട്ടി പ്രവർത്തകരൊക്കെ അടിമകളാണെന്നും ധരിച്ചു വരിക്കുന്ന എല്ലാ പാർട്ടി നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അവർക്കൊരു തിരിച്ചറിവുണ്ടാക്കാൻ പോവുകയാണ്. ഒറ്റയാൾ പോരാട്ടം കൊണ്ട് വ്യവസ്ഥാപിതമായി നടന്നു പോകുന്ന രണ്ട് മുന്നണികൾ, ഘടകകക്ഷികളും പാർട്ടികളും ഒക്കെയുള്ള സംവിധാനങ്ങൾ, അതിനൊക്കെ മറികടന്നുകൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തി 75,000 വോട്ടൊക്കെ PV അൻവർ ഒറ്റയ്ക്ക് നേടുമെന്ന് പറയുന്നത് അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയല്ല. അല്ല, അത് ബോധ്യപ്പെടുത്താൻ 23-ാം തീയതി സാധിക്കുള്ളൂ. എല്ലാവരുടെയും ധാരണ എന്താ? ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിൽ ഇത് നടക്കൂ എന്നതാണ്. ഒരു ജനം ഒരുമിച്ചാൽ ഇവിടെ ജനങ്ങളുടെ പ്രശ്നം എന്താണ്? അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. 70% ഫോറസ്റ്റുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും വന്യമൃഗ ആക്രമണത്തിൽ ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ 10 സെൻറ്റുകാരന് ഒരു വാഴ പോലും കുഴിച്ചിടാൻ കഴിയാതെ ജീവിതം വഴിമുട്ടിയ ഈ മനുഷ്യരുടെ മുന്നിൽ പെട്ടിയുടെ കഥയും അന്തർദേശീയ കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ച് ചർച്ച ചെയ്ത് ജനം അത് കേൾക്കുന്ന പോലും ഇല്ലല്ലോ. എന്താ നിങ്ങൾക്കത് 75